കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പ്രശസ്തിയാർജിച്ച മുള്ളൂർക്കര ഇരിനിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ 30ാമത് വാർഷിക മഹാ അന്നദാനം നടന്നു. ജാതിമത ഭേദമന്യേ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ 6000-ഓളം ഭക്തരാണ് അന്നദാനത്തിൽ പങ്കുചേരാൻ ക്ഷേത്രത്തിലെത്തിയത്. രാവിലെ മുതൽ തന്നെ അന്നപ്രസാദം സ്വീകരിക്കുന്നതിനായി ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. മഴ മുന്നിൽ കണ്ട് ഒരേ സമയം 500 പേർക്ക് 2 സെറ്റുകളിലായി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിലുള്ള വിപുലമായ പന്തലും അടിസ്ഥാന സൗകര്യങ്ങളുമായി ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിരുന്നത്. മഹാ അന്നദാനത്തിനോടനുബന്ധിച്ച് പുലർച്ചെ 5 മണിക്ക് നട തുറക്കലോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് 5:30 ഗണപതി ഹോമവും 7 മണിക്ക് വിശേഷാൽ പൂജകളും നടന്നു. 8 മണിക്ക് രഞ്ജിത്ത് മച്ചാട് ആൻഡ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ ചെണ്ടമേളം അരങ്ങേറി. രാവിലെ 9:30 മഹാ അന്നദാന വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം പാലിയം ഗ്രൂപ്പ് മാനേജർ വേണുഗോപാലൻ പാലിയത്ത് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. അന്നദാന ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. വളരെയധികം ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഇവിടെ നടന്നു. ഇരിനിലങ്കോട് ട്രസ്റ്റ് വളരെ സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ വളരെ 30 വർഷം കോവിഡ് സമയത്ത് പോലും അതിന് മുടക്കം വരുത്താത്ത രീതിയിൽ ഭംഗിയായിട്ടുള്ള ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ട്രസ്റ്റിൻ്റെ കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും ചെയ്തിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇവിടുത്തെ സ്ഥലത്തെ ഭക്തജനങ്ങളും അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ഈ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഇതിൻ്റെ വിജയത്തിലേക്ക് എല്ലാ വർഷവും എല്ലാ ദിവസവും അവരവരുടെ കാര്യങ്ങൾ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സാവിത്രി രാജൻ, വാർഡ് അംഗം PB സൈന, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PV സഫിയ, മുള്ളൂർക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KM മുഹമ്മദ് എന്നിവരും വിവിധ രാഷ്ട്രീയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രം ജനറൽ സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസൻ എന്നിവരും ക്ഷേത്രത്തിലെ മറ്റ് ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ധാരാളം ഭക്തജനങ്ങളെ ദൈനംദിനം വന്നുപോകുന്ന ഒരു ക്ഷേത്രമാണ്. കഴിഞ്ഞ 30 വർഷം മുൻപ് ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങി വെച്ചതാണ് ഇവിടെ അന്നദാനം. അത് നാളിതുവരെയായി മുടങ്ങാതെ കണ്ട് കോവിഡ് കാലഘട്ടത്തിൽ പോലും ആ അന്നദാനം മുടങ്ങാതെ കണ്ട് ക്ഷേത്രക്ഷേമ ഭാരവാഹികൾക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ 30ാമത്തെ വാർഷികമാണ് ഇന്ന് ഇവിടെ കൊണ്ടാടുന്നത്. വളരെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഭക്തജനങ്ങൾക്ക് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കാലത്തെ 10 മണിക്ക് 10-10:30 മണിയോടുകൂടി തുടങ്ങിയതാണ്. ഇപ്പോഴും നല്ല തിരക്കാണ്. എന്തായിരുന്നാലും ഇതൊരു വലിയ പുണ്യ പ്രവൃത്തി. അന്നദാനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ആ പുണ്യപ്രവൃത്തിയിലെ പങ്കാളികളായിട്ടുള്ള ഈ ക്ഷേത്രക്ഷേമ സമിതിയുടെ ഭാരവാഹികൾ, ഇരിനിലങ്കോട് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, ഞാൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി മുക്തകണ്ഠ പ്രശംസിക്കുകയാണ്. ഭക്തജനങ്ങളുടെ സംഭാവനയാണെങ്കിൽ പോലും അത് കൃത്യമായി നടത്തി, അത് തെറ്റാതെ കണ്ട് അത് നടത്തി കൊണ്ടുപോവുക എന്നുള്ളത് ക്ഷേത്രക്ഷേമ ഭാരവാഹികളുടെ വളരെ അടുപ്പിച്ചിട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ്. അങ്ങനെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര സംരക്ഷണ സമിതി, അതിൻ്റെ പ്രസിഡന്റ്, അതിൻ്റെ സെക്രട്ടറി, അതിൻ്റെ മറ്റ് ഭാരവാഹികളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു.